ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയ് ഇപ്പോൾ CBI കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യലിനിടയിൽ സഞ്ജയ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഒരു മടിയുമില്ലാതെയാണ് പ്രതി അന്നത്തെ അരുംകൊലയെക്കുറിച്ച് വിവരിച്ചെന്ന് CBI സംഘം പറയുന്നു. ശരിക്കും അയാളൊരു മൃഗമാണ്. ചോദ്യം ചെയ്യുമ്പോൾ പേടിയോ പരിഭ്രമമോ അയാൾക്കുണ്ടായിരുന്നില്ല. കുറ്റബോധം തീരെയില്ല. സംഭവ ദിവസം എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് അയാൾ ഒന്നും വിടാതെ വിവരിച്ചു. ഒന്നും ഒഴിവാക്കിയില്ല. ഒരു ഉദ്യോഗസ്ഥൻ CBIയോട് പറഞ്ഞു. CCTV ദൃശ്യങ്ങളുടെയും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് റോയിയെ അറസ്റ്റ് ചെയ്തത്. വനിതാ ഡോക്ടറെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതിന് മുമ്പ് ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിന് പുറത്ത് 16 മുറിവുകളും 9 ആന്തരിക മുറിവുകളും കണ്ടെത്തി. ഒന്നിലധികം പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് യുവതിയുടെ പിതാവ് ആരോപിച്ചിരുന്നു. എന്നാൽ കൂട്ടബലാത്സംഗം നടന്നിട്ടില്ലെന്നാണ് CBIയുടെ കണ്ടെത്തൽ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സഞ്ജയ് റോയ്, RG-കർ ആശുപത്രിയുടെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ്, മറ്റ് 4 ഡോക്ടർമാർ എന്നിവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ CBIക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ 14 മണിക്കൂർ വൈകിയതിന് പശ്ചിമബംഗാൾ സർക്കാരിനെയും പോലീസിനെയും സുപ്രീം കോടതി വ്യാഴാഴ്ച വിമർശിച്ചിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ് PG ട്രെയിനി ഡോക്ടറായ യുവതി കൊൽക്കത്തയിലെ RG-കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊൽക്കത്ത പോലീസിലെ സിവിക് വോളണ്ടിയർ ആയിരുന്നു പ്രതിയായ സഞ്ജയ് റോയ്. പ്രതിക്ക് ആശുപത്രിയിൽ തടസ്സമില്ലാതെ പ്രവേശിക്കാൻ കഴിയും. ഇക്കാരണത്താൽ ആർക്കും ഇയാളിൽ അത്തരം സംശയമുണ്ടായിരുന്നില്ല. സംഭവ ദിവസം രാത്രിയിൽ പോലും ഇയാൾ പലതവണ ആശുപത്രിയിൽ വന്നിരുന്നു. സംഭവ ദിവസം രാത്രി 11 മണിയോടെ മദ്യം കഴിക്കാൻ ആശുപത്രിക്ക് പുറകിൽ പോയി. അവിടെ മദ്യപിക്കുന്നതിനിടയിൽ ഒരു പോൺ സിനിമ കണ്ടു. അതിനുശേഷം പുലർച്ചെ 4-ന് പിൻവാതിലൂടെ ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലേക്ക് കടക്കുന്നത് കണ്ടിരുന്നു. ഇതിനുശേഷം 4:45 സെമിനാർ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് രക്തക്കറ കഴുകാൻ പ്രതി ശ്രമിച്ചിരുന്നുവെന്നതിന് തെളിവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം കുറ്റകൃത്യം ചെയ്യുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും കഴുകി. എന്നാൽ രക്തക്കറകൾ വ്യക്തമായി കാണാവുന്ന ഇയാളുടെ ഷൂ പോലീസ് കണ്ടെടുത്തു. പോലീസ് പിടികൂടാനെത്തിയപ്പോൾ ഇയാൾ പൂർണ്ണമായി മദ്യപിച്ചിരുന്നു. പ്രതിയുടെ മൊബൈൽ നിറയെ പോൺ വീഡിയോകളാണെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് RG-കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നെഞ്ചുരോഗ വിഭാഗത്തിൽ PG ട്രെയിനിയായിരുന്നു കൊല്ലപ്പെട്ട 31-കാരി. സംഭവ ദിവസം ആശുപത്രിയിലെത്താൻ സഞ്ജയ് റോയ്ക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ആളുകൾ കാണുന്ന തരത്തിലുള്ള അശ്ലീല വീഡിയോകളല്ല പ്രതി കണ്ടിരുന്നതെന്നും അത്രയും വികലമായിരുന്നു റോയുടെ മനസ്സെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു.